നിങ്ങൾ ഇപ്പോൾ കേൾക്കേണ്ട ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ഏതാണെന്നാണ് ഇപ്പോൾ എടുക്കാൻ പോണത് കേട്ടോ. ഏഞ്ചൽ മെസ്സേജാണ്. വി ആർ ആസ്കിങ് ദ ഏഞ്ചൽസ് വിച്ച് ഈസ് ദ മെസ്സേജ് ദാറ്റ് യു ഷുഡ് ഹിയർ റൈറ്റ് നൗ. വാ, ഇതാണ് വന്ന കാർഡ്. Archangel Sandalphon. Okay, and the card says victory. Your prayers have been heard and answered. Have faith. വളരെ നല്ലൊരു കാർഡാണ് കേട്ടോ. Now, talking about Archangel Sandalphon, Archangel Sandalphon ഒരു ഹ്യൂമൻ ലൈഫ് ഉണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് ഏഞ്ചൽസ് ചില സമയം നമ്മുടെ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കും ഫോർ സം എക്സ്പീരിയൻസസ്. അതേപോലെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആർക്കേഞ്ചലാണ് Archangel Sandalphon. Okay, so I think he is the prophet of Enoch. നമ്മുടെ ബൈബിൾ വച്ച് പ്രവാചകനാണ് അദ്ദേഹം. എനിക്കത് കൺഫേം ചെയ്യണം, പക്ഷേ എൻ്റെ തോന്നൽ അതാണ്. Archangel Sandalphon is the prophet of Enoch. ഓക്കെ, അതല്ല നമ്മുടെ വിഷയം, പോട്ടെ. അപ്പം ഇന്ന് Archangel Sandalphon നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞേക്കുന്നത് വിക്ടറി. ഓക്കെ, നമ്മൾ എന്തൊക്കെ പ്രാർത്ഥനകൾ കുറേ കാലമായിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ആൻഡ് ഓൾ യുവർ പ്രേയേഴ്സ് ഹാവ് ബീൻ ഹേർഡ്. ഓക്കെ, ആ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ എല്ലാം കേട്ടിട്ടുണ്ട്. എല്ലാത്തിനും നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതായിരിക്കും അധികം താമസിക്കാതെ. നിങ്ങളുടെ വിശ്വാസം കൈവിടാതെ മുറുകെ പിടിച്ചുകൊള്ളുക കേട്ടോ. ഇച്ചിരി താമസിച്ചു വരുമ്പോഴത്തേനും നമ്മൾ വിചാരിക്കും, അയ്യോ എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്, ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ഇന്ന കാര്യം ആവശ്യപ്പെട്ടിട്ടും അത് നടക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ മനസ്സിലാക്കുക, നമ്മളുടെ വിശ്വാസം അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. നോട്ട് ദാറ്റ് നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ, അതായത് എനിക്കുണ്ട് 2 മക്കൾ, അവരൊക്കെ അമ്മ എനിക്കിത് വേണം ഇത് വേണം ഇത് വേണം എന്ന് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം ഉടനെ അങ്ങ് വാങ്ങി കൊടുക്കത്തില്ല, കാരണം അതിൻ്റെ വിലയില്ല. അപ്പം നമ്മൾ 2-3 ദിവസം, എപ്പോഴും അല്ല കേട്ടോ, പക്ഷെങ്കിലും ഒരു 2-3 ദിവസമൊക്കെ നമ്മളൊന്ന് താമസിച്ചിട്ട് അവർക്കത് ശരിക്കും വേണോ എന്നുള്ളത് അപ്പം മനസ്സിലാവും. ദ പേഷ്യൻസ്. ആ 3-4 ദിവസം കഴിഞ്ഞിട്ടും അത് വേണം എന്ന് പറയുവാണെങ്കിൽ ദാറ്റ് മീൻസ് ദേ നീഡ് ഇറ്റ്. അത് വേണം അവർക്ക്. ഇപ്പം എൻ്റെ മോന്, അവൻ LKG പഠിക്കുന്നത്, അവന് എൻ്റെ അടുത്ത് പറയും, അമ്മ ബാറ്റ്മാൻ്റെ കോസ്റ്റ്യൂം വേണം, സ്പൈഡർമാൻ്റെ കോസ്റ്റ്യൂം വേണം, വെനമിൻ്റെ കോസ്റ്റ്യൂം വേണം എന്നൊക്കെ. അതിങ്ങനെ അവൻ ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അവന് എൻ്റെ അടുത്ത് രാവിലെ ഞാൻ കുളിപ്പിക്കാൻ പോകുമ്പോഴാണ് മിക്കവാറും പറയുന്നത്. അപ്പോൾ അന്നേരം പറയുമ്പോൾ ഞാൻ പറയാം, മോനെ വാങ്ങിച്ചു തരാം, ഓക്കെ 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും വാങ്ങൂല. അത് അവന് വേണ്ടിയിട്ടുമല്ല, അവൻ എന്തെങ്കിലും TV പ്രോഗ്രാം കാണുന്ന സമയത്ത് അവൻ ഓർക്കും, ഓക്കെ ഈ കോസ്റ്റ്യൂം വേണമെന്ന്. ഇറ്റ് ഫ്ലക്ച്വേറ്റ്സ്. ഓക്കെ, അപ്പം നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ ആയി പോകരുത്. ഓക്കെ, അതാണ് ആ റിമൈൻഡർ എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. യു ഷുഡ് ബി ഷ്യൂർ ഓഫ് വാട്ട് യു നീഡ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയണം. ഓക്കെ, അങ്ങനെ അറിഞ്ഞിട്ടുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതാണ് ആർക്കേഞ്ചൽ സാൻഡൽഫോൺ എന്ന് വന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വിക്ടറി. ഓക്കെ, നിങ്ങൾക്ക് അർഹിക്കുന്നതായ അംഗീകാരം ലഭിക്കും. ഓക്കെ, ശരി, താങ്ക് യു. ബ്ലെസ് യു.